നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ നെല്ലുവായി ഏകാദശി നാളെ. ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് വൈദ്യസംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടന്നു. ഏകാദശി കാഴ്ചകൾ തത്സമയം CCTVയിലൂടെ ആസ്വദിക്കും. ചങ്ങരംകുളം പള്ളിക്കരയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി കൊയ്യാംകൂട്ടിൽ മഹറൂഫ് റുമാന ദമ്പതികളുടെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത്. കേച്ചേരി ആയമുക്കിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം. യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ മനസ്സാന്നിധ്യം തുണയായി. റോഡ് മുറിച്ചു കടന്നോടിയ പിഞ്ചുബാലന് അത്ഭുത രക്ഷ. വാർത്തകൾ വിശദമായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി നാളെ ആഘോഷിക്കും. പുലർച്ചെ 4-ന് ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തോടെയാണ് ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുക. ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ഇതിനുവേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുവാനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനം, 6-ന് സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടക്കും. 7-ന് സംഗീതാർച്ചനയും 10-ന് പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും. 10 മണി മുതൽ മഹാ അന്നദാനം ആരംഭിക്കും. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും മാങ്ങ അച്ചാറും പ്രസാദൂട്ടിന് നൽകും. ഉച്ചതിരിഞ്ഞ് 1:30-ന് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ആഘോഷത്തിനായി നടത്തിയിട്ടുള്ളതെന്ന് ദേവസ്വം ഓഫീസർ G. ശ്രീരാജ് പറഞ്ഞു. വിപുലമായ ചടങ്ങുകളോടെയാണ് ഇത്തവണത്തെ ഏകാദശി മഹോത്സവം നടത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ പുലർച്ചെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം, തുടർന്ന് ക്ഷേത്രത്തിൽ ഉദയാസ്തന പൂജയുടെ ചടങ്ങുകൾ നടക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വേദിയിൽ സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം, ഭഗവത്ഗീത പാരായണം തുടങ്ങിയവ നടക്കും. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം ഏകദേശം 10 മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ മഹാ അന്നദാനം തുടക്കം കുറിക്കും. ഈ വർഷം മുൻവർഷത്തെ പോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി 1.5 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത്. വൈകിട്ട് 6-ന് ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, 7-ന് ഭക്തിഗാനസുധ, രാത്രി 10-ന് ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ഡിസംബർ 31 രാവിലെ 7:30-ന് നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് വൈദ്യസംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ധന്വന്തരി പുരസ്കാരം നേടിയ അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസിനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, നെല്ലുവായ് ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, നെല്ലുവായ് ധന്വന്തരി ആശുപത്രി ചെയർമാൻ PC അബാൽമണി, ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, അഷ്ടവൈദ്യൻ ആലത്തൂർ നാരായണൻ നമ്പി, PB ബിജു, CS ബൈജു, ഡോക്ടർ KP അരുൺ കൈമൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആവണങ്ങാട്ടിൽ കളരി സംഘത്തിന്റെ സന്താന ഗോപാലം കഥകളി അരങ്ങേറി. ഡിസംബർ 30-നാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്. ചങ്ങരംകുളം പള്ളിക്കരയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി കൊയ്യാംകൂട്ടിൽ മഹറൂഫ് റുമാന ദമ്പതികളുടെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത്. ഞായറാഴ്ചയായിരുന്നു സംഭവം. ഉടൻ തന്നെ ചങ്ങരംകുളത്തെയും തുടർന്ന് കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിച്ചു. പള്ളിക്കര ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. പഴഞ്ഞിയിൽ ബൈക്കിടിച്ചത് ചോദ്യം ചെയ്ത യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം.
മർദ്ദനത്തിൽ പെങ്ങാമുക്ക് സ്വദേശികളായ കൊളഞ്ചേരി വീട്ടിൽ 24 വയസ്സുള്ള അജയ്, കണ്ടമ്പള്ളി വീട്ടിൽ 24 വയസ്സുള്ള അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പഴഞ്ഞി അയനൂർ ചീനിക്കൽ അമ്പലത്തിലെ പൂരം കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന യുവാക്കളുടെ കയ്യിൽ ബൈക്ക് തട്ടിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ ബൈക്കിൽ ഉണ്ടായിരുന്ന 2 പേർ ഇറങ്ങിവന്ന് ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി യുവാക്കളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇരുമ്പുവടി കൊണ്ടുള്ള അടിയേറ്റ് അജയുടെ കൈ ഒടിഞ്ഞു. അക്ഷയുടെ തലയ്ക്കും പരിക്കുണ്ട്. പരിക്കേറ്റ ഇരുവരും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറഞ്ഞു. കേച്ചേരി ആയമുക്കിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച അപകടം. യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പുനേർകുളം സ്വദേശി ചെറുവത്തിക്കുളങ്ങര വീട്ടിൽ നൌഫലിന്റെ മാതാവ് ബീവാത്തു, ഭാര്യ സുജിന എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും ആയമുക്ക് ഭാഗത്തേക്ക് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആയമുക്ക് സെന്ററിന് സമീപം മതിലിലും സർവീസ് വയറിന് സ്റ്റേ കൊടുത്തിട്ടുള്ള പോസ്റ്റിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. പരിക്കേറ്റ സുജിനയെ കേച്ചേരി എക്സ് പ്രവർത്തകരും ബീവാത്തുവിനെ സ്വകാര്യ വാഹനത്തിലും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവറുടെ മനസ്സാന്നിധ്യം തുണയായി റോഡ് മുറിച്ചു കടന്നോടിയ പിഞ്ചുബാലന് അത്ഭുത രക്ഷ. കൂറ്റനാട് വാവന്നൂരിൽ നടന്ന സംഭവത്തിന്റെ ബസ് ഡാഷ് ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:45 കൂറ്റനാട് വാവന്നൂർ സ്കൂളിന് സമീപത്തായിരുന്നു സംഭവം. ഗുരുവായൂരിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രാ ബസിന്റെ മുന്നിലേക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ഇടയിൽ നിന്നും പിഞ്ചുബാലൻ റോഡ് മുറിച്ച് മറുവശത്തേക്ക് ഓടുകയായിരുന്നു. സെക്കൻഡുകൾ കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതിനാൽ കുഞ്ഞ് തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവറുടെ മനസ്സാന്നിധ്യം കൊണ്ട് മാത്രമാണ് കുഞ്ഞിന് ജീവൻ തിരികെ ലഭിച്ചത്. സംഭവത്തിൽ കൂടെയുള്ളവരുടെ അശ്രദ്ധ മൂലമാണ് കുഞ്ഞ് റോഡിലേക്ക് ഓടിയത് എന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അത് ഇവിടുന്ന് പോകുമ്പോൾ 2:40 പോകുമ്പോൾ കുട്ടി അപ്രതീക്ഷിതമായി വണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവറുടെ സമയത്ത് ഇടപെടൽ മൂലം രക്ഷപ്പെട്ടു. എന്നുണ്ടായും 27-ാം തീയതി ഉച്ചയ്ക്ക് 2:40 കുട്ടി എവിടെ ഉള്ള കുട്ടി ഭവനൂരുണ്ടോ? കുഴപ്പങ്ങൾ എന്തുണ്ടായി? കുട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ? ഓക്കെ. 9ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. 2026 ഏപ്രിൽ 8 മുതൽ 12 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമിയിൽ നടന്ന രൂപീകരണ യോഗത്തിൽ അക്കാദമി ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ്, EM വിനീത്, പഞ്ചായത്ത് അംഗം ജമീല രാജീവ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പ്രശോഭ് വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. 501 സംഘാടക സമിതിയെ യോഗം തെരഞ്ഞെടുത്തു. P. കൃഷ്ണദാസ് ചെയർമാനായും AN സോമനാഥൻ ജനറൽ കൺവീനറായും K. വിനോദ് കുമാർ ഫെസ്റ്റിവൽ ഡയറക്ടറായും ആലത്തൂർ MP K. രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ തുടങ്ങിയവർ രക്ഷാധികാരികളായും ചുമതലയേറ്റു. നാടകോത്സവത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള നാടക പരിശീലന കളരിയും സംസ്ഥാനാടിസ്ഥാനത്തിൽ ചിത്രരചയിതാക്കളെ ഉൾപ്പെടുത്തി ചിത്രരചനാ ക്യാമ്പും നാടകത്തെക്കുറിച്ചുള്ള ചർച്ചയും സംഘടിപ്പിക്കും. മന്നലാംകുന്ന് ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിനരികിലുള്ള ഖാനയുടെ സ്ലാബ് തകർന്നത് യാത്രികർക്ക് ഭീഷണിയാകുന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് മന്നലാംകുന്ന് നയാര പമ്പിന് മുൻവശമുള്ള സർവീസ് റോഡിന്റെ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിവീണത്. വലിയ വാഹനം കയറി ഇറങ്ങിയതോടെയാണ് സ്ലാബ് തകർന്നു വീണത്. നേരത്തെ ഇവിടെ സ്ലാബിന് വിള്ളൽ രൂപപ്പെട്ടിരുന്നത് അധികൃതരോട് നാട്ടുകാർ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. കാന ഉൾപ്പെടെയുള്ള ഭാഗമാണ് സർവീസ് റോഡായി പരിഗണിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നു വീണിട്ടുണ്ട്. ഇതുമൂലം സർവീസ് റോഡിൽ മറ്റ് വാഹനങ്ങൾ സൈഡ് കൊടുത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പൊട്ടിയ സ്ലാബിന് ഇരുവശത്തും വലിയ ഡ്രമ്മുകൾ വെച്ച് സൂചന നൽകിയിട്ടുണ്ടെങ്കിലും യാത്രക്കാർക്ക് ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് പുതിയ സ്ലാബുകൾ ശാസ്ത്രീയമായി നിർമ്മിച്ച് യാത്രക്കാർക്ക് അപകട ഭീഷണിയില്ലാതെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക ദിനവും വിശ്വാസ പരിശീലന ദിനവും ഭക്തസംഘടനകളുടെയും കുടുംബ കൂട്ടായ്മയുടെയും വാർഷികവും സംഘടിപ്പിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് പൗരോഹിത്യ സന്യസ്ത വിവാഹ ജൂബിലി ആഘോഷവും അവാർഡ് ദാനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായി. വൈകിട്ട് 5 മണിക്ക് ഇടവക ദേവാലയത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായും ഫാദർ വർഗീസ് ചിറ്റിലപ്പള്ളി, ഫാദർ മെഫിൻ കണ്ണനായ്ക്കൽ എന്നിവർ സഹകാർമ്മികരായും നടന്ന ദിവ്യബലിയോടെയാണ് ഇടവക ദിനാഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ജലന്ധർ രൂപത ബിഷപ്പ് എമിരറ്റ്സ് മാർ ഫ്രാങ്കോ മുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് അധ്യക്ഷനായി. പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി ഇടവക റിപ്പോർട്ടും ഏകോപന സമിതി സെക്രട്ടറി അലക്സ് ജോക്സ് ഭക്തസംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു.
കുടുംബ കൂട്ടായ്മ റിപ്പോർട്ടിന്റെ അവതരണം കേന്ദ്രസമിതി സെക്രട്ടറി ഷാലറ്റ് ജോസഫും നടത്തി. ഫാദർ വർഗീസ് ചിറ്റിലപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ജനറൽ കൺവീനർ തോംസൺ പുലിക്കോട്ടിൽ, പ്രോഗ്രാം കൺവീനർ VK ജോർജ് എന്നിവർ സംസാരിച്ചു. മതബോധന വിദ്യാർത്ഥികളും ഇടവക വിശ്വാസികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഇടവക ദിനത്തിന്റെ ഭാഗമായി നടന്നു. കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MJ ജോഷി, CT സ്വാട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി അയനൂർ ചീനിക്കൽ അമ്പലത്തിലെ ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന യുവാവിനെ 6 അംഗ സംഘം ആക്രമിച്ചു. പെങ്ങാമുക്ക് സ്വദേശിയായ കണ്ടിരുത്തി വീട്ടിൽ അതിൻ കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന അതിനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. പരിക്കേറ്റ അതിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. അണ്ടത്തോട് ബീച്ചിൽ ലോറി തട്ടി CCTVയുടെ കേബിൾ വ്യാപകമായി പൊട്ടി. അനശ്വര കേബിൾ നെറ്റ്വർക്കിലാണ് നാശനഷ്ടമുണ്ടായത്. കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമഗ്രികളുമായി വന്ന ലോറി ഇടിച്ചാണ് 300 മീറ്ററോളം കേബിൾ പൊട്ടിയത്. രാവിലെ 8:15ഓടെയായിരുന്നു സംഭവം. ഇതോടെ കേബിൾ TV നെറ്റ് സംവിധാനങ്ങൾ തകരാറിലായി. വൈകിട്ടോടെ കേബിൾ സംവിധാനങ്ങൾ മാറ്റിസ്ഥാപിച്ചു. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് NK അക്ബർ MLA. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ MLA ആസ്തി വികസന പദ്ധതി, പ്രത്യേക വികസന പദ്ധതി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ബജറ്റ് പ്രവൃത്തികൾ എന്നിവ സംബന്ധിച്ച് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടറും യോഗത്തിൽ അവതരിപ്പിച്ചു. മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന തദ്ദേശ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഉറപ്പുവരുത്തണമെന്ന് MLA നിർദ്ദേശിച്ചു. ഗുരുവായൂർ നഗരസഭ 43-ാം വാർഡിലെ അങ്കണവാടി, കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 3, 9 വാർഡുകളിലെ അങ്കണവാടികൾ എന്നിവയുടെ നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. ബജറ്റിൽ ഉൾപ്പെട്ട 5 കോടി രൂപയുടെ ചാവക്കാട് നഗരസഭാ ഓഫീസ് നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ ക്ഷണിച്ചതായും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെട്ട ചാവക്കാട് നഗരസഭ ടൗൺഹാൾ നിർമ്മാണത്തിന് 17 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചതായും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ MLA ഫണ്ട് അനുവദിച്ച തൊഴിയൂർ ഹൈസ്കൂൾ റോഡ്, തലയങ്ങാട്ടിരി റോഡ്, ക്ഷത്രിയ റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കാൻ നഗരസഭാ എഞ്ചിനീയറോട് MLA ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയിൽ ബയോപാർക്കിലും റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയും അനുവദിച്ച ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുന്നതിൽ വന്ന കാലതാമസത്തിൽ MLA അതൃപ്തി അറിയിച്ചു. എത്രയും വേഗം ആയത് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗുരുവായൂർ നഗരസഭ സെക്രട്ടറിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും MLA കർശന നിർദ്ദേശം നൽകി. കാലവർഷക്കെടുതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ അനുവദിച്ച റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികളുടെ സാമ്പത്തികാനുമതി അടുത്ത മാസം 15-നകം ജില്ലാ കളക്ടറിൽ നിന്നും ലഭ്യമാക്കി പ്രവൃത്തി ആരംഭിക്കാൻ നഗരസഭ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് MLA നിർദ്ദേശം നൽകി. യോഗത്തിൽ തദ്ദേശ അസിസ്റ്റന്റ് ഡയറക്ടർ ജയരാജ്, LSTD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത, തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂ ഇയർ ആഘോഷം അതിര് കവിഞ്ഞാൽ കർശന നടപടിയെന്ന് വടക്കേക്കാട് പോലീസ്. 31-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം യാതൊരു ആഘോഷ പരിപാടിയും അനുവദിക്കില്ലെന്നും വടക്കേക്കാട് SHO രമേശ് MK മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് ക്ലബ്ബുകൾക്കും മറ്റ് സംഘടനകൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ല. മുൻകരുതൽ എടുക്കുന്നതിന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂടുതൽ ഫോഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കും. കരുതൽ നടപടികളുടെ ഭാഗമായി ആവശ്യമെങ്കിൽ മുൻ കുറ്റവാളികളെ കരുതൽ തടങ്കലിൽ വയ്ക്കുവാനും ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിക്കുവാനും പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 31-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷമുള്ള യാതൊരു പരിപാടികളും ആഘോഷങ്ങളും പോലീസ് അനുവദിക്കുന്നതല്ല. ഇത് കൂടാതെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള എന്ത് തരം ആക്ടിവിറ്റീസും നേരത്തെ തന്നെ കണ്ടെത്തി അത് തടയുന്നതിന് വേണ്ടി കൂടുതൽ പോലീസുകാരെ നമ്മൾ ഡ്യൂട്ടിക്ക് ഉദ്ദേശിക്കുന്നുണ്ട്.
ഇതിനു പുറമെ മുൻ കുറ്റവാളികളായിട്ടുള്ള നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ പ്രത്യേകം നിരീക്ഷിച്ച് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് അവരെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇതുപോലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടക്കാതിരിക്കുന്നതിനും അന്നേ ദിവസം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ട ജാഗ്രത പുലർത്തുന്നതാണ്. റോഡിലും മറ്റും വെച്ച് പടക്കം പൊട്ടിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള പരിപാടികൾ റോഡിൽ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുകൂടെ എല്ലാവരും വിട്ടു നിൽക്കേണ്ടതാണ്. അല്ലാതെയുള്ള എല്ലാ പ്രവൃത്തികൾക്കും കൃത്യമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം റോഡിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. ഇരിങ്ങപ്പുറം സ്വദേശി പാലയൂർ വീട്ടിൽ 78 വയസ്സുള്ള ദേവസിക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCTV വാർഷിക പൊതുയോഗവും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. CCTV ടവറിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന ഓപ്പറേറ്റർ വേലായുധൻ, വനിതാ ഓപ്പറേറ്റർ രാധിക എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ന്യൂ ഇയർ മധുരം പങ്കുവച്ചു. ഡയറക്ടർമാരായ VK പ്രമോദ്, KC ജോസ്, ഷാജി വി ജോസ്, CI ബിജു, അബ്ദുസമദ്, CS സുരേഷ്, പോൾ ജേക്കബ്, CCTV മാനേജർ സിൻഡോ ജോസ്, ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉള്ളതാവട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും തരുന്ന നമ്മുടെ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിലും വളരെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നന്മയും ഒക്കെ നിറഞ്ഞ ഒരു വർഷമാവട്ടെ എന്ന് കമ്പനിക്ക് വേണ്ടി ആശംസിക്കുകയാണ്. ജനുവരി 2 മുതൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ്മേളയ്ക്ക് മുന്നോടിയായുള്ള ജനകീയ ശുചീകരണത്തിന്റെ മണ്ഡലം തല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. സരസ്മേളയുടെ ഭാഗമായി നടക്കുന്ന ആദ്യ പ്രവർത്തനമായ ശുചീകരണം നാടിന് തന്നെ മാതൃകയായി മാറണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചാലിശ്ശേരി സെന്ററിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആനി വിനു, A വിജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, നവകേരളം കോർഡിനേറ്റർ P സൈദലവി, CDS വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുകുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, ഹരിതകർമ്മ സേന പ്രസിഡന്റ് PC അംബിക, സെക്രട്ടറി CP ശോഭ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് ADGP ശ്രീജിത്ത് IPSന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി. ഏകാദശിയുടെ ഭാഗമായി നടന്നുവരുന്ന കലാസാംസ്കാരിക പരിപാടിയുടെ വേദിയിൽ 9-ാം ദിവസം വൈകിട്ട് 6:30-നാണ് സംഗീത കച്ചേരി അരങ്ങേറിയത്. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി ജൂബിലി ദിവ്യബലി നടന്നു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് അസംപ്ഷൻ പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷനായി. ചടങ്ങിൽ ഇടവക പ്രതിനിധി യോഗം സെക്രട്ടറി ഫ്രാൻസിസ് K ജോസഫ് ജൂബിലി വർഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, ഇടവകാംഗമായ ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട്, സിസ്റ്റർ ലിൻസ മരിയ, കൈക്കാരൻ സാബു ജോസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ CB ബിജു, ജൂബിലി ജനറൽ കൺവീനർ TC ജോർജ് എന്നിവർ സംസാരിച്ചു. ദേവാലയത്തിലെ കൈക്കാരന്മാർ, കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, ഇടവകയിലെ സന്യസ്തർ, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശതോത്തര സുവർണ ജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച്
വിവിധ കലാപരിപാടികളും അരങ്ങേറി. 1875 പരിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ നാമധേയത്തിൽ പുതുശ്ശേരിയിൽ സ്ഥാപിതമായതാണ് ദേവാലയം. നിലവിൽ ഏകദേശം 260 കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത്. 2 ഭവനങ്ങളുടെ നിർമ്മാണവും 2 ഭവനങ്ങളുടെ പുനരുദ്ധാരണവും ഉൾപ്പെടെ 15 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കിയിരുന്നു. വിധവാ സംഗമം, ദമ്പതി സംഗമം, യുവജന സംഗമം, സമർപ്പിത സംഗമം തുടങ്ങിയ പരിപാടികൾക്കൊപ്പം വിവിധ മത്സരങ്ങളും ആദരച്ചടങ്ങും ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. നെല്ലിവാശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് വാടാനപ്പള്ളി സർഗകലാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. ധന്വന്തരി സംഗീതോത്സവത്തിലാണ് ധന്വന്തരി ഭഗവാന് സംഗീതാർച്ചന നടത്തിയത്. കൃഷ്ണ സജിത്ത്, AM ഫാത്തിമ, നേദ്യ ടി മനോജ്, KS കൃതിക, PR രുദ്ര, നിവേദ് നന്ദ, ആഗ്നകൃഷ്ണ എന്നിവരാണ് പാടിയത്. സർഗ ബിജു വാടാനപ്പള്ളിയാണ് അധ്യാപകൻ. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. തിരുനാൾ കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി ദേവാലയത്തിൽ വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി നടന്നിരുന്നു. ഞായറാഴ്ച രാവിലെ 7-ന് ഫാദർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതിഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം അമ്പ്, വള എന്നിവ വെഞ്ചരിച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലുള്ള വീടുകളിലേക്ക് അമ്പ്, വള എന്നിവ എഴുന്നള്ളിച്ചു. വൈകിട്ട് 6-ന് ലതിഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം പ്രസുതേന്തിവാഴ്ചയും വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും നടന്നു. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. അമ്പ് സമാപനത്തിന് ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറി. തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. രാമനാഥപുരം മൈനർ സെമിനാരിയിലെ ഫാദർ ജസ്റ്റിൻ തടത്തിൽ മുഖ്യ കാർമ്മികനായി. മുളയം മേരിമാത മേജർ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. വേലൂർ അർണോസ് പാതിരി അക്കാദമിയിലെ ഫാദർ ജോർജ് തേനാടിക്കുളം സഹകാർമ്മികനായി. വൈകിട്ട് 4:30-ന് ദിവ്യബലി, ലതിഞ്ഞ്, നൊവേന എന്നിവയെ തുടർന്ന് വർണ്ണക്കുടകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് അണിനിരന്ന ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ശേഷം വർണ്ണമഴയും ഗാനമേളയും അരങ്ങേറി. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ ആൽഫ്രഡ് പോൾ, CI റോജൻ, ജനറൽ കൺവീനർ KV ജോയൽ എന്നിവർ നേതൃത്വം നൽകി. കാട്ടുകാമ്പാൽ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. രാത്രി മാത്രമല്ല, നട്ടുച്ചയ്ക്കും കൃഷിയിടങ്ങളിലേക്ക് പന്നികൾ ഇറങ്ങുകയാണ്. ചേമ്പ്, വാഴ എന്നിവയാണ് ഇവ കൂടുതലും നശിപ്പിക്കുന്നത്. പാടവരമ്പിലൂടെ ഓടുന്ന കാട്ടുപന്നികൾ വരമ്പ് നശിപ്പിക്കുന്നതോടൊപ്പം നെൽച്ചെടികളും നശിപ്പിക്കുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മമയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്രയജ്ഞം ജനുവരി 1-ന് ആരംഭിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രശസ്ത വേദ പണ്ഡിതന്മാർ 11 വെള്ളി കലശങ്ങളിൽ ദ്രവ്യങ്ങൾ നിറച്ച് ശ്രീരുദ്രമന്ത്രത്താൽ ചൈതന്യത്തെ ജീവകലശങ്ങളിലേക്ക് ആവാഹിക്കും. രാവിലെ ഉഷപൂജയ്ക്കു ശേഷം ജീവകലശം മഹാദേവന് അഭിഷേകം ചെയ്യും. ദിവസവും ഇത് ആവർത്തിച്ച് 11-ാം ദിവസം വസോർധാരയോടെ യജ്ഞം സമാപിക്കും. നവകാഭിഷേകം, നാഗപ്പാട്ട്, സർപ്പബലി, ഭക്തി പ്രഭാഷണം, കലാപരിപാടികൾ, പ്രസാദഊട്ട് എന്നിവയുമുണ്ടാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് 20,000 രൂപ വീതം 20 പേർക്ക് നൽകും. എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി, ഓഫീസ് സൂപ്രണ്ട് PC രഘുനാഥ രാജ, ക്ഷേത്രം സൂപ്രണ്ട് K ജ്യോതിശങ്കർ, V രാജേഷ് ബാബു, PS ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യം ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. വാണ്യത്തിന് വിളംബരം കുറിച്ച് കലാകാരന്മാർ സംയുക്തമായി ചിറക്കൽ സെന്ററിൽ ചിത്രവിളംബരം നടത്തി. ശില്പി MK ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സന്തോഷ് കൊളത്തേരി, വാണ്യം സമിതി പ്രസിഡന്റ് MK സോമൻ, PC ബിനോയ് എന്നിവർ സംസാരിച്ചു. തിങ്കൾ, ചൊവ്വ
ദിവസങ്ങളിൽ രാത്രി ചലച്ചിത്രമേള നടക്കും. ബുധൻ വൈകിട്ട് കലാസന്ധ്യ, കലാപരിപാടികൾ, നാടകം എന്നിവയും ഉണ്ടാകും. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തിരുവാതിര വാണിയം ആരംഭിക്കും. കരകൗശല വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനം ഉണ്ടാകും. വൈകിട്ട് കലാപരിപാടികൾ, നാടകം എന്നിവയോടെ സമാപിക്കും. വടക്കേക്കാടും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടൽ തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് നൽകുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന ആക്ഷേപം. ആവശ്യമായ ലാബ് പരിശോധനകളും അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഹോട്ടൽ കാറ്ററിംഗ് തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് നൽകുന്നു എന്നാണ് ആക്ഷേപമുള്ളത്. ആളുകളെ നേരിൽ കണ്ട് പരിശോധിക്കാതെയും ടൈഫോയിഡ്, HIV, കുഷ്ഠരോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ നോക്കാതെയും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വടക്കേക്കാട് അടക്കമുള്ള ആശുപത്രികളിൽ നിന്നടക്കം നൂറുകണക്കിന് ഹെൽത്ത് സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ 2 മാസങ്ങളിലായി നൽകിയിട്ടുള്ളതായി അറിയുന്നു. കൂടാതെ സ്കൂൾ പാചക തൊഴിലാളികൾക്കും ഇത്തരത്തിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നൽകിയതായും ആരോപണമുണ്ട്. പൊതുജനങ്ങളുടെ ആരോഗ്യം പരിപാലിക്കേണ്ടവർ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊതുജനങ്ങളിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ചാവക്കാട് നഗരസഭയിൽ പരപ്പിൽ താഴത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ഗുരുവായൂർ MLA NK അക്ബർ കായിക വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത്. ഫുട്ബോൾ ഗ്രൗണ്ടും സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനവും ഒരുക്കുന്നതിന് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരിനെ സമർപ്പിക്കുമെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥൻ MLAയെ അറിയിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, കൌൺസിലർമാരായ ഷീജ പ്രശാന്ത്, KV ശശി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർ ഷമീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാം ജന്മദിനം ആഘോഷിച്ചു. ചിറക്കൽ സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സുനിൽ അരുവായി, NK അബ്ദുൾ മജീദ്, ശശീന്ദ്രൻ കണ്ടമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അക്ഷരോത്സവത്തിന് തുടക്കമായി. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിലാണ് അക്ഷരോത്സവം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 29, 30 തീയതികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം VV ചിദംബരൻ നിർവഹിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ, ജില്ലാ കൌൺസിൽ അംഗം KK മനോജ് എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. താലൂക്കിലെ വിവിധ ലൈബ്രറികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളാണ് അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കുന്നംകുളം പോസ്റ്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും ഉദ്യോഗ കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ബിന്ദുവിന് യാത്രയപ്പും നൽകി. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പോസ്റ്റ് ഫോറം ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. നഗരസഭാ മുൻ സ്ഥിരം സമിതി ചെയർമാൻ MV ഉല്ലാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര, കുന്നംകുളം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, വ്യാപാരി വ്യവസായി സമിതി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു. പോസ്റ്റ് ഫോറം അംഗങ്ങളായ ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ സുമംഗലി, ഡാലിഷ്, ബിനീഷ് കുമാർ, പ്രസന്നകുമാർ, ദീപ റോസ്ലി, ഷയാബ് അലി, ശ്യാംകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുതുവർഷ പിറവിയുടെ ഭാഗമായി ലബീബ് ഹസൻ, രേഷ്മ ബിന്ദു എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ടായി ഉദ്യോഗ കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ബിന്ദുവിനെ ലബീബ് ഹസൻ, MV ഉല്ലാസ് എന്നിവർ ചേർന്ന് പൊന്നാടയും ബൊക്കയും സമ്മാനിച്ച് ആദരിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് അജയൻ ചാലിശ്ശേരിക്ക് കുടുംബത്തിന്റെ സ്നേഹാദരം. കവക്കോട് ഫിലിം സിറ്റിയായി അറിയപ്പെടുന്ന കൊല്ലഴിപ്പറമ്പിലെ പെരണ്ടക്കാട് തറവാട്ടിൽ നടന്ന ചടങ്ങിൽ മേലേപ്പുര, താഴത്തേപ്പുര, തെക്കേപ്പുര, വടക്കേപ്പുര, പടിഞ്ഞാറേപ്പുര എന്നീ കുടുംബാംഗങ്ങൾ ചേർന്നാണ് സ്വീകരണം നൽകിയത്. വാർഡ് മെമ്പർ A വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അജയനെ പൊന്നാടയണിയിച്ചു. തറവാട്ട് കൂട്ടായ്മ രക്ഷാധികാരി ബാലൻ മാസ്റ്റർ അധ്യക്ഷനായി. തറവാടിന്റെ പേരിലുള്ള മൊമന്റോ നൽകി. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ കലാപ്രവർത്തകരായ ഇന്ദുലാൽ കാവീട്, സുധീർ തരുൺ എന്നിവർ ആശംസകൾ നേർന്നു. സിനിമാ നടൻ ശ്രീനിവാസൻ, കുടുംബാംഗമായ നാരായണന്റെ ഭാര്യ മാതാവ് കുഞ്ഞമ്മോ എന്നിവരുടെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. കുന്നംകുളം മാനായിക്കൽ തോന്നിയങ്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ നാരായണീയ സങ്കീർത്തനം സമാപിച്ചു. ദേശപ്രദക്ഷിണത്തിനു ശേഷം ആറോട്ടോടെയായിരുന്നു സമാപനം. നാരായണീയ സങ്കീർത്തനം 7 ദിവസം നീണ്ടുനിന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
കടങ്ങോട് കൈക്കുളങ്ങര ശ്രീഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ഗണപതി ഹോമം, വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നാദസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയാട്ടമുണ്ടായി. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. നാദസ്വരവും പൂക്കാവടികളും പീലിക്കാവടികളും നാടൻ കലാരൂപങ്ങളും ഫാൻസി കലാരൂപങ്ങളും ആഘോഷം വർണ്ണാഭമാക്കി. ഗുരുവായൂർ കണ്ണൻ ആധ്യാത്മിക ഗ്രൂപ്പിന്റെ കുടുംബസംഗമം നടന്നു. ദേവാങ്കണം റീജൻസിയിൽ നടന്ന കുടുംബസംഗമം ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കൊടക്കാട് ശശി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വി ഷാജി അധ്യക്ഷത വഹിച്ചു. പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെ ചടങ്ങിൽ ആദരിച്ചു. പി നിഷ, ഒ വി രാജേഷ്, രാധിക രവീന്ദ്രൻ, ലളിതാബായ് ഏറ്റുമാനൂർ, ബിജു ഉപ്പുങ്ങൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. മന്ദലാംകുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 140-ാം ജന്മദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും പ്രഭാഷണവും സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൃഷ്ണൻ കിഴക്കത്ത് പതാക ഉയർത്തി. വാർഡ് പ്രസിഡന്റ് കെ അക്ബർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തെക്കത്ത് ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ ഷുക്കൂർ, PM സൈദലവി, സർബനൂസ് പണിക്ക് വീട്ടിൽ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KM നൌഷാദിനെ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് CR വത്സൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 5 വർഷം ജനക്ഷേമ വികസന നേട്ടമുള്ള പഞ്ചായത്താക്കി മാറ്റുവാനും കേരളത്തിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റാക്കുവാനും സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ആശംസകൾ നേർന്നു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമ കഥാമൃതം നടത്തി. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. ക്ഷേത്രം മുൻ മേൽശാന്തി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. HG വിജയമുകുന്ദദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ചാന്ദിനി ടീച്ചർ സ്വാഗതവും പ്രജിഷ സന്തോഷ് നന്ദിയും പറഞ്ഞു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 2-ന് മന്നം ജയന്തി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയുടെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ രാവിലെ 9:30-ന് വിഷ്ണു സഹസ്രനാമ പാരായണത്തോടെ തുടക്കമാകും. തുടർന്ന് നടക്കുന്ന മന്നം ജയന്തി സമ്മേളനം GNSS ഡയറക്ടർ രാമചന്ദ്രൻ പാലേരി ഉദ്ഘാടനം ചെയ്യും. പത്മനാഭ പുരസ്കാരം CR വിനോദ് കുമാറിനും ജയകൃഷ്ണൻ സ്മാരക പുരസ്കാരം മനോജ് പടിക്കലിനും സമ്മാനിക്കും. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന നൃത്തകലാകാരി വൈഗ സുഭാഷിനെ ആദരിക്കും. സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി മധു K നായർ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, ശ്രീധരൻ മാമ്പുഴ, രാധാ ശിവരാമൻ നായർ, ബീന രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ 1500 ദിനം പിന്നിട്ട് ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോർ പദ്ധതി അവസാനിപ്പിച്ച് പകരം ക്യാൻസർ വൃക്ക രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചഭക്ഷണത്തിന് അർഹരായവർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പദ്ധതി അവസാനിപ്പിക്കുന്നത്. 3,20,000 രൂപയാണ് പദ്ധതിക്കായി വർഷം തോറും ചിലവിടുന്നത്. ഈ തുക അർഹരായ രോഗികളെ കണ്ടെത്തി കൈമാറും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അംഗങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന തുകയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. ഭാരവാഹികളായ P മുരളീധരൻ, KM ഷാജി, PM ഷംസുദ്ദീൻ, P സുനിൽകുമാർ, VL ഡൊമിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്ത് നിന്ന് അണലിയെ പിടികൂടി. വീട്ടുമുറ്റത്തെ പൂന്തോട്ടം വൃത്തിയാക്കുന്നതിനിടെയാണ് 2 അടിയോളം വലിപ്പമുള്ള അണലിയെ കണ്ടെത്തിയത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി. പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ചരമം. കുന്നംകുളം ആനായ്ക്കൽ ചീരംകുളം റോഡിൽ പരേതനായ മാധവൻ മകൻ പൊതുപ്രവർത്തകനായ ലെനിൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. രുക്മിണി മാതാവും സതി ഭാര്യയുമാണ്. ആർഷ, ആഷിഖ് എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി.
പട്ടിക്കര കിഴക്കുമുറി മമ്മസ്രായില്ലത്ത് പരേതനായ അമ്മു മകൻ ഉമ്മർ നിര്യാതനായി 72 വയസ്സായിരുന്നു. ഖബറടക്കം പട്ടിക്കര ഖബർസ്ഥാനിൽ നടത്തി. സെഫിയ ഭാര്യയും നസീമ, ഫൗസിയ, ഔസിയ, അൻസാർ, ഹസ്നത്ത്, ഹബീബ, ഹസ്ബുന, ഔസൽ എന്നിവർ മക്കളാണ്. പുതുരുത്തി ചുങ്കത്ത് തോമ ഭാര്യ റൂസിലി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം പുതുരുത്തി വിശുദ്ധ പത്താം പിയൂസ് ദേവാലയത്തിൽ നടത്തി. ഷീജ, ഷാജൻ, ഷീബ എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ കാഞ്ഞിരത്തിങ്കൽ പള്ളിക്കര പരേതനായ അബൂബക്കറിന്റെ ഭാര്യ ഫാത്തിമ നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം കാഞ്ഞിരത്തിങ്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സഫിയ, റംല, സുലൈമാൻ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,800 രൂപ, പവന് 1,02,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 257 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ നെല്ലുവായ ഏകാദശി ചൊവ്വാഴ്ച. ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് വൈദ്യസംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടന്നു. ഏകാദശി കാഴ്ചകൾ തത്സമയം CCTVയിലൂടെ ആസ്വദിക്കാം. ചങ്ങരംകുളം പള്ളിക്കരയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരൻ മരിച്ചു. പള്ളിക്കര തെക്കുമുറി കൊയ്യംകൂട്ടിൽ മഹറൂഫ് റുമാന ദമ്പതികളുടെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത്. കേച്ചേരി ആയമുക്കിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച അപകടം. യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ മനസ്സാന്നിധ്യം തുണയായി. റോഡ് മുറിച്ചു കടന്നോടിയ പിഞ്ചുബാലന് അത്ഭുതരക്ഷ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.